ഉടമ്പടി എടുക്കുമ്പോൾ അവർ സിൻസിയർ. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താണ്? ഫിഡലിറ്റി. പിന്നെ വരുന്നത് സിൻസിയറിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥത. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് ഇത് ഫയറാക്കണത്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും നിലവിളിച്ച് ദൈവത്തെ പഠിപ്പിക്കാവുന്ന ഒരു കണിയും നടക്കത്തില്ല. നിങ്ങളുടെ നിലവിളി കുറേ ദൈവം കണ്ടിട്ടുള്ളതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തോന്നിയ ദിവസം കാണിക്കണം, ദൈവം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കണ്ണീര് കള്ളക്കണ്ണീരാണെന്നുള്ളത് കാര്യം. ഒരിക്കൽ കണ്ണീരിട്ട് കാര്യം സാധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ദൈവത്തിനെതിരെ ജീവിക്കും. പിന്നെ കണ്ണീര് വരുമ്പോൾ ദൈവം പറയും ഇത് കള്ളക്കണ്ണീരാണ്, ഇപ്പോൾ കാര്യം കാണാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള അഭ്യാസമാണെന്ന് പറയും. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഒരിക്കൽ നിങ്ങൾ കണ്ണീരിട്ട് ദൈവത്തിലേക്കുന്ന കാര്യം സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആന കൂനിയെന്നൊക്കെ പറയും, ബൈബിളൊക്കെ ഉണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണേക്കെ. പക്ഷെ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കാര്യം കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ ദൈവത്തെ മറക്കും. മറന്ന പോലെ ജീവിക്കും, അല്ലെങ്കിൽ മറന്ന പോലെ പെരുമാറും. മനുഷ്യത്വം പോലും ഇല്ലാത്ത, മര്യാദയില്ലാതെ പെരുമാറും, പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കും. പിന്നെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ കണ്ണീരിടും. അപ്പോൾ ദൈവം പറയുന്നത് കള്ളക്കണ്ണീരാണെന്ന് പറയും. അത് കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ലോകത്ത് കള്ളക്കണ്ണീരെന്ന് പറയണത് അഭിനയിപ്പിച്ച് ഗ്ലിസറിനടിച്ച് കരയണനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കണ്ണീര് വരുന്നില്ല എങ്കിലും ഏങ്ങി നിലവിൽ ചില ആൾക്കാരുണ്ടല്ലോ. ചില അപ്പന്മാരൊക്കെ മരിക്കുമ്പോൾ ഞാനൊരു 1600 പണമെടുത്ത് മരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില പെമ്മക്കളെ കെട്ടിച്ച് വിട്ടവളെ ആ ഒരു പോക്കും പോയി കളയും. പിന്നെ അപ്പനെയും നോക്കത്തില്ല, അമ്മനെയും നോക്കത്തില്ല. എന്നിട്ട് അവളൊക്കെ വല്ലപ്പോഴുമൊക്കെ അപ്പനൊക്കെ കിടപ്പായി കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ വരും. വന്നിട്ട് എന്ത് ചെയ്യും? ചുറ്റും നടന്നുള്ള ബന്ധുക്കളെ മുഴുവൻ കാണും. ആദ്യം ആ ചെറിയ ബാഗും പിടിച്ചുകൊണ്ട് വാനിറ്റി ബാഗും പിടിച്ചു. ഇതിലെല്ലാം അയ്യോ അമ്മയുടെ കാര്യം കഷ്ടമാണ്, എന്ത് ചെയ്യാനാണ്, ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. ഇവിടെ കൊണ്ടുപോകത്തില്ലേ? ഇങ്ങനെ കുറേ കിളവൻ ഭർത്താനൊക്കെ പറയും ഇവിടെ കൊണ്ടുപോകത്തില്ല, ചത്ത കൊണ്ടുപോകത്തില്ല, ഇവൾ കയറിയിട്ടില്ല. ഇപ്പം ചാകുമെന്ന് ഉറപ്പായപ്പോൾ ബന്ധുക്കളെല്ലാം ക്യാൻവാസ് ചെയ്യണം. അവൾ എന്താണ്, ഞാൻ വരുമ്പോൾ ഇനി അപ്പനടുത്ത് പോയില്ലെങ്കിലും ബന്ധുക്കളടുത്ത് കൃത്യമായിട്ട് പോകും. അല്ലെങ്കിൽ വിളിച്ച് ബന്ധുക്കളോടൊക്കെ പറയും, ഓരോ കാര്യങ്ങൾ പറയും. അപ്പോഴങ്ങനെ വരുമ്പോൾ ബന്ധുക്കൾ ഓർക്കും ഇവരാണ് ഈ അപ്പനെ നോക്കണമെന്ന്, ഇവളാണ് ഈ അപ്പനെ നോക്കണമെന്ന് നോക്കും. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര കരച്ചിലുണ്ട്. കറുത്ത ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിരിക്കണം അപ്പം മരിക്കാൻ വേണ്ടി, ആ സമയത്ത് ഇടാൻ വേണ്ടി. എന്നിട്ടൊരു വല്ലാത്ത കരച്ചിലുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇടവക വികാരി കാരണം ഇനി അപ്പനെ നോക്കി ആരാണ് അമ്മ നോക്കി ആരാണെന്നറിയാം. അപ്പോഴേ അവിടുത്തെ ആ മരുമകളായിരിക്കും അപ്പനെ നോക്കിയിരിക്കണം അവസാന കാലങ്ങളിൽ. അവളല്ല ഞാനാണ് നോക്കിയതെന്ന് പെണമെടുക്കാമെന്ന് ആൾക്കാർ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ കിടന്ന് മോങ്ങണം ഇപ്പോൾ ഈ അഭ്യാസം കാണിക്കണത്. അമ്മയാണ് മരിച്ചു കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കമന്നടിച്ച് അമ്മയുടെ പിണത്തിനടുത്ത് വീണച്ച് കമ്മലടിച്ചിട്ട് പോകും. എന്തെല്ലാം അഭ്യാസങ്ങളാണ്! എല്ലാ പെമ്മക്കളും ഇങ്ങനെ പറയുകയല്ല. ഇതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയണത്. പക്ഷേ ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അതല്ല. ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറയണത് എന്താണ്? അതായത് നമ്മളൊരിക്കൽ കരഞ്ഞ് ദൈവത്തിലേക്ക് എന്ന് കാല് പിടിച്ച് കാര്യം കണ്ട്, എന്നിട്ട് നമ്മൾ തോന്നിയ മാസം ജീവിച്ച് ദൈവം ഇല്ലാത്ത പോലെ ജീവിച്ച്, പിന്നെ ഒരു ദിവസം ഒരു വിഷയം വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ ആ നമ്പർ എടുക്കും. അതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കാര്യം അപ്പോൾ ദൈവം പറയും, ദൈവം എപ്പോഴും ഇവിടെ നിങ്ങളെ എനിക്കറിയാമെന്ന് പറയും. ശ്രുതിക്കട്ടെ, യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എനിക്ക് നിങ്ങളെ അറിയാം, പറഞ്ഞേ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ഭയങ്കര ക്യാപിറ്റൽ വേർഡാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഉടമ്പടിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണിത്. എന്താണ്? യോഹന്നാൻ 5:42 എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം. അത് തന്നെ, ഓർഡർ തമ്മവ ആളറിയാം. അത്ര, എനിക്ക് നിങ്ങളെ അറിയാം എന്ന് വെച്ചാൽ നിങ്ങളെ പഴയ ചരിത്രം അറിയാമെന്ന് പറയണം. ഒന്നും മറക്കത്തില്ല, അല്ലേ കുഴപ്പം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മറക്കത്തില്ല. നിങ്ങൾ മറന്നു പോകും. പക്ഷെ മറ്റത് അവിടെ ക്ലിയർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക, രജിസ്റ്റേർഡാണ് സംഭവം. നിങ്ങൾ ഈ രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലെഴുത്തായിട്ട് മാറരുത്. നിങ്ങളുടെ തലയിലെഴുത്ത് നിങ്ങൾ തന്നെ തിരുത്താൻ നോക്കണം. കാര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അഭ്യാസങ്ങളും ആ വ്യക്തികൾ തന്നെ ഇന്നും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോഡായിട്ട് രജിസ്റ്റേർഡാണ്. നിങ്ങളുടെ പേരടിക്കുമ്പോൾ തന്നെ ഫ്രോഡെന്ന് അടിച്ചു വരും.
കള്ളത്തരമാണ് കയ്യിരിക്കണമെന്ന് വരൂ. അതുകൊണ്ടാണ് സത്യസന്ധത, ആത്മാർത്ഥത ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറണത്. സത്യസന്ധത. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ സത്യത്തിലേക്കാണ് ദൈവം വിളിക്കണത്. പിന്നെന്താണ്? ആത്മാർത്ഥതയിലേക്കാണ് വിളിക്കണത്. അതിന് ദൈവം പുതിയ മനുഷ്യൻ എന്ന് പറയും. പുതിയ മനുഷ്യൻ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സംജ്ഞയാണ് പുതിയ മനുഷ്യൻ. നിങ്ങൾ പറഞ്ഞില്ലേ ഈ വീട് ഇരുട്ടുകുത്തി കിടക്കുകയാണ്, എൻ്റെ കയറുമ്പോൾ തന്നെ നെഗറ്റീവ് പവറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കള്ളത്തിലൊക്കെ പറയത്തില്ലേ. കുറേ ആൾക്കാരിങ്ങനെ അടിച്ച് തലക്കയറ്റിരിക്കണേ അവിടെ നെഗറ്റീവ് പവറാണ്. ഒരു മണ്ണാങ്കട്ടയില്ല. മര്യാദക്ക് നിങ്ങൾ സത്യസന്ധരായി കഴിഞ്ഞാൽ, ദൈവദൃഷ്ടി ആത്മാർത്ഥമായി കഴിഞ്ഞാൽ വെളിച്ചം എങ്ങനെ വരുമെന്നറിയാം. ഇപ്പം അനുവിജയം തന്നെ എന്താ പറയണത്? എൻ്റെ വീട്ടിൽ ഇരുട്ടായിരുന്നു, ഇപ്പോഴേ കർത്താവിൻ്റെ വെളിച്ചം വീശെന്നാണ് പറഞ്ഞത്. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. വെളിപാട് 21:1. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. കടലും അപ്രത്യക്ഷമായെന്ന് പറയുമ്പോഴേ ബൈബിളിൽ എപ്പോഴും ഈ കടല് സങ്കടങ്ങളുടെ ഒരു പ്രതീകമാണ്. ഈ സങ്കടങ്ങൾ അപ്രത്യക്ഷമാകുന്നൊരു സമയമുണ്ട്. ഒരു വ്യക്തി ദൈവസ്നേഹം നിറഞ്ഞ് ആ ദൈവസ്നേഹത്തിൽ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സങ്കടമായിട്ട് അനുഭവിക്കാത്തൊരവസ്ഥ വരും. ഇതിനാണ് പുതിയ ആകാശം എന്നൊക്കെ പറയണത്. നമ്മുടെ മുമ്പിലുള്ള അപ്പൻ രോഗിയായിട്ടായിരിക്കാം, ചിലപ്പോൾ രോഗം മാറി കാണത്തിലിരിക്കും, പക്ഷെ നമ്മൾ മാറി ആ രോഗത്തെ കാണാനുള്ള നിരാശ, സങ്കടം, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ മാറി പുതിയ ആകാശത്തിലേക്ക് വരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ വചനം സത്യസന്ധമായി ആത്മാർത്ഥമായി പാലിക്കുന്നതിലൂടെ അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തയായി ജീവിക്കുന്നതിലൂടെ എനിക്ക് ദൈവസ്നേഹത്തിന്റെ ആന്തരിക അഭിഷേകം നൽകണമേ. ശ്രുതികട ഉടമ്പടി നിബന്ധനകള് സ്ഥാപനം പാലിക്കുന്നതിലൂടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അതായത് നിങ്ങൾ ഉടമ്പടിയുടെ ആന്തരിക അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ ഒരു പത്രം നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ മഴയാണ്, ഓട്ടോറിക്ഷക്കാരുടെ അടുത്താണ് പോയി പത്രം കൊടുക്കണമെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ അപ്പൻ നിങ്ങൾക്കെതിരാണ്. അപ്പൻ എവിടെയെങ്കിലും പോട്ടെ, എന്നിട്ട് ഞാൻ പത്രം കൊണ്ട് ഇറങ്ങാം. അല്ലെങ്കിൽ അപ്പൻ ചുമ്മാ വേണമെങ്കിൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കും. പുള്ളിയെ തന്നെയാണ് വിളിക്കണമെങ്കിലും വെറുതെ എന്തിനാ തന്തയ്ക്ക് വിളിയാക്കണം? അപ്പനെ തന്നെയാണ് വിളിക്കണത് അപ്പൻ. പക്ഷേ എന്തിനാണ് രാവിലെ പുള്ളിക്ക് പണിയുണ്ടാക്കണത്? പുള്ളി പോട്ടെ പോയിട്ട് പത്രം കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കണ്ട, നിങ്ങളുടെ വികാരം എന്താണ് ഉള്ളിൽ? ഉൾക്കണ്ട, സങ്കടം വല്ലതും കാണുക, വല്ലവരും പറയുക, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർത്താൽ മതിയായിരുന്നു ഈ സാധനത്തിന്. അപ്പോൾ നിങ്ങൾ കവനൻ്റിലായിട്ടില്ല. കവനൻ്റിലാകണമെങ്കിൽ സന്തോഷം ഫീൽ ചെയ്യും.
നഷ്ടപ്പെടുന്ന എല്ലാത്തിനും രോഗികളെ കാണാൻ പോകുമ്പോൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക്, ഭയങ്കര പ്രസരിപ്പായിരിക്കും. നിങ്ങൾ കവനൻറ്റിലാണോ ഇല്ലയോ എന്നുള്ള ഇൻഡിക്കേറ്ററാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് കവനൻസ്, അതായത് കവനൻറ്റിലാണോ ഇല്ലയോ എന്നുള്ള സൂചന. അതിൽ ഒരു സാധനം ആന്തരിക സന്തോഷമാണ്. രോഗികളെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ രോഗികളുടെ അനാഥാലയത്തിൽ പോയി നഖം വെട്ടി കൊടുക്കുന്നു, ഉടുപ്പരക്കി കൊടുക്കുന്നു. അപ്പം നമുക്ക് ത്രില്ലടിക്കും, നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അപ്പോൾ ആന്തരിക സന്തോഷം. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആത്മാവിൻ്റെ കൃപ കിട്ടി, നിങ്ങൾ കർത്താവിൻ്റെ ലൈനിൽ ഉടമ്പടിയിലാണ്. അതറിയണമെങ്കിലേ സുവിശേഷം 13:44 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. സ്നേഹമേ